വീട്ടിൽ കേട്ടോ. ഓ ഓ നീ പോ. ആളിറങ്ങിക്കോ. ചേട്ടാ കയറിയോ. കരമന അല്ല പേയാടാ. പേയാടാ. ഇവിടെ ആരെങ്കിലും ചേട്ടാ ഒന്ന് ബാക്കിലോട്ടിരിക്കാവോ? എനിക്ക് ജനലിന്റെ അടുത്തുള്ള സീറ്റ് വേണം, പുറകിലതില്ല. ചേട്ടാ എനിക്കിരിക്കാനാണ്, ഒന്ന് ബാക്കിലോട്ടിരിക്കാവോ? പുറകിലൊക്കെ സ്ഥലമുണ്ടല്ലോ, അവിടെ പോയിരിക്കെ. ഞാൻ എന്തിനോട് മാറും? ചേട്ടാ ഇത് സ്ത്രീകളുടെ സീറ്റാണ്. അപ്പൊ സ്ത്രീകളെന്ന് എഴുതി വെച്ചതുകൊണ്ട് അത് സ്ത്രീകളുടെ സീറ്റാണ്. അപ്പൊ അവിടെ തന്നെ ഇരിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടോട്ടിരിക്കും. നിങ്ങൾ ഒരാളല്ലേ ഉള്ളൂ. ചേട്ടാ എനിക്ക് ചേട്ടനോട്ടിരിക്കാൻ താല്പര്യമില്ലെങ്കിലോ? പുറകെ സീറ്റില്ലെങ്കിൽ ശരി സമ്മതിക്കാം. പുറകിലെ സീറ്റ് ഉള്ളപ്പോൾ ചേട്ടൻ അങ്ങോട്ടിരുന്നോടെ. ഇത് ശരിയാണ്. എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല കൊച്ചെ അവിടെ കാണാൻ പോയിരിക്കുമ്പോ. ചേട്ടാ ഇതുവരെ ഞാൻ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. എന്നെ കൊണ്ട് മാറ്റിക്കേണ്ടേക്കരുത്. ഒന്ന് പുറകോട്ട് ഇറങ്ങിയിരിക്കണം പ്ലീസ്. പറ്റില്ലെങ്കിലോ നിങ്ങൾ ആവശ്യമില്ലാതെ ഇവിടുമാർക്കൊക്കെ കയറി വക്കാലത്ത് പിടിക്കുന്നത്. എന്താ വക്കാലത്ത് പിടിച്ചെന്ന് ചേട്ടാ ചോദിക്കേട്ടാ. ഞാനിവിടെ ഇത് ലേഡീസിന്റെ സീറ്റാണ്, എനിക്ക് അവകാശപ്പെട്ട സീറ്റാണ്. ഇത് ലേഡീസിന്റെ സീറ്റാണ് എഴുതി വെച്ചത്. ഇതൊരു ബസ്സാണ്, ഇതിൽ കുറച്ച് നിയമമൊക്കെ ഉണ്ട്. സ്ത്രീകളെന്ന് എഴുതിയിരിക്കുന്നത്, അപ്പൊ സ്ത്രീകളെന്താ മാറി കൊടുക്കണം. കണ്ണാണത്തില്ലേ സ്ത്രീകൾ എഴുതി വെച്ചേക്കുന്നത്. പ്രശ്നം ഉണ്ടാക്കാതെ ഒന്ന് പുറത്തോട്ട് മാറിയിരിക്കും. തുല്യ അവകാശം വേണമെന്ന് ടിവിയിലൊക്കെ പറയുന്നുണ്ടല്ലോ. എന്റെ പൊന്നേട്ട പയ്യന്മാര് മൊബൈലൊക്കെ എടുക്കാൻ ഇനി ആകെ പ്രശ്നമാവും. പുറത്തോട്ട് ഇറങ്ങിയിരുന്നത്. എടോ ഞാൻ ഇവിടെ ഇരിക്കത്തുള്ളൂ, ഞാൻ ഇവിടുന്ന് മാറില്ല. ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തു. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, എനിക്ക് ഇവിടെ തന്നെ ഞാനൊന്നും കാണട്ടോ. ബാക്കിയുള്ള ആൾക്കാരുടെ സമയം കൂടി മെനക്കെടുത്താതെ ഒന്നുകിൽ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി പോണം. ചേച്ചിക്ക് വല്ല പാർട്ടിയിൽ ചേർന്നൂടെ? ഇങ്ങനെ പോയാൽ നല്ല ശോഭിക്കും. പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ഓരോന്ന് കയറി വന്നോളൂ മെനക്കെടുത്താനായിട്ട്. പെണ്ണുങ്ങളെ സീറ്റിലേ ഇരിക്കൂ. ഞങ്ങൾക്ക് പോണം. താങ്ക് ആണുങ്ങളുടെ ചന്തി പൊടി തട്ടുമ്പോഴേ പെണ്ണുങ്ങളുടെ മൂടങ്ങോട്ട് നന്നായിട്ട് താങ്ങിക്കൊടു. എന്നിട്ട് ഒരു ദിവസം ഇവളുമാരെല്ലാം കൂടെ ആണുങ്ങളെ ചാക്കി കെട്ടി നടുക്കടലിൽ കൊണ്ട് താക്കും. അപ്പോഴും നീയൊക്കെ പറഞ്ഞോണം അവർ ചെയ്യുന്നത് ശരിയാണ്. എടി കൊച്ചേ, നീ ഒന്ന് മനസ്സിലാക്കിക്കോണം. ഈ ലോകത്ത് ആണ് കഴിഞ്ഞേ ഉള്ളൂ പെണ്ണ്. അത് നിനക്കറിയില്ലെങ്കിലേ നീ വീട്ടിൽ ചെന്ന് നിന്റെ തന്തയോട് ചോദിക്കും. ഇങ്ങനെ ഒരിടത്തിനെ പടച്ചു വിട്ടിട്ട് അയാൾ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ആരാണ്? എന്നിട്ട് നീ എന്ത് പറഞ്ഞതാ? എന്തു പറയാൻ, അച്ഛന് ചോറ് കുറക്കുന്നതിന്റെ ചെലവ് ഞാൻ നോക്കാന്ന് പറഞ്ഞു. വാക്ക് കൊടുത്തു കേട്ടാ, ഇനി ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ചേട്ടനെ കാണുമെന്ന് പറഞ്ഞു. ചേട്ടാ എൻ്റെ പടത്തിൻ്റെ വർക്ക് തൽക്കാലം മാറ്റി വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഡയറക്ടറിന് വല്ല സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്ന പരിപാടി എന്തെങ്കിലും ഉണ്ടോ? കാശിന് നല്ല ആവശ്യമുണ്ട് കേട്ടാ, പറയാണ്ടിരിക്കാൻ വയ്യ. എടാ അതെ, ഒരാൾ സ്ക്രിപ്റ്റ് ചെയ്യാൻ ആളെ കിട്ടുമോ ചോദിച്ചിരുന്നു. ഇപ്പോൾ കഥയോ? കഥയൊക്കെ അവരുടെ കയ്യിലുണ്ട്. അതിൻ്റെ പേയ്മെൻറ്റ് എത്ര കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ എത്രയാണെങ്കിലും കുഴപ്പമില്ല, ചേട്ടൻ ചോദിക്കേ. ഞാൻ ചോദിച്ചു നോക്കാം. ഓക്കെ ഏട്ടാ. രാവിലെ വെറും വയറ്റിൽ ചായ കുടിച്ചാലേ വയറിന് പ്രശ്നമാവും. ഞാൻ കൊടുക്കാം. വേണ്ടെന്ന് ഞാൻ കൊടുക്കാം. ഞാൻ കൊടുക്കാം. എന്നാ കൊടു. സരോജം, എടി സരോജം, എന്താ നീ ആ പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചേ. എന്തു പറ്റി? നീ വിളിക്ക്. എന്തിനാ വിളിക്കാനല്ലേ പറഞ്ഞത്? വന്ദന മോളെ, വന്ദന.
എന്തമ്മ? സരോജം, ആ സ്റ്റാൻഡിന്റെ മേളിലിരിക്കുന്ന ചെരുപ്പ് താഴെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കിയിടാൻ പറ. ഇനി എന്റെ ചെരുപ്പെടുത്ത സ്റ്റാൻഡിന്റെ മേളിൽ വെക്കാൻ പറ. ഈ വീട്ടിൽ സ്ത്രീകളുടെ ചെരുപ്പ് പോലും പുരുഷന്മാരുടെ ചെരുപ്പിന് മേളിൽ വരാൻ പാടില്ല. പല വെട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാവരും ഓർത്തിരുന്നാൽ നല്ലത്. കോപ്പിലെ സ്റ്റാൻഡ് എടുത്ത് കളയുന്ന സമയം വീട്ടിലെങ്കിലും കുറച്ച് മറവാനം കിട്ടുന്ന വിചാരിക്കുമ്പോൾ കീറി ചെരുപ്പും. എത്രയായിരുന്നു ഡോക്ടർ പറഞ്ഞ്? രാത്രി 50. ഉറപ്പല്ലേ? ആ, കുത്തട്ടെ? ഉം, കുത്തട്ടെ? ഉം. ഓക്കെ. വേനച്ചോ? ഏയ്, ആ, ഇതെന്താ ഇവിടെ വന്നിക്കണേ? ഞാൻ ഈ കാശിന്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട്. ഞാൻ എവിടെയൊക്കെ തേടിന്നോ? ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അതെന്താ? ഒരു 3-4 ദിവസത്തെ വർക്ക് വന്നിട്ടുണ്ട്. പടത്തിന്റെയാ? ആ, എൻ്റെ അല്ല, വേറൊരാളുടെ സ്ക്രിപ്റ്റ് ആ, വെക്കാം. അത് ശരി. കാശൊക്കെ കിട്ടുവോടാ? ഉണ്ണിയേട്ടന് ഒരു 70,000 രൂപ ഒപ്പിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അപ്പൊ അങ്ങനെ ഓപ്പറേഷൻ നമുക്ക് പ്രൈവറ്റിൽ തന്നെ അത് ചെയ്യാലോ. നന്നായി. തിരുവനന്തപുരത്ത് തന്നെയാ, ഓ, പക്ഷേ കാലത്ത് പോകണം. പോയാൽ പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. എടാ, നീ പോകുമ്പോ നിന്റെ ഭാര്യ ഒറ്റയ്ക്ക് അവിടെ കിടക്കണ്ട. സരോജും കൂടെ അവിടെ കിടന്നോട്ടെ. ആയിക്കോട്ടെ. ഞാൻ പിന്നെ താഴെ ഒറ്റയ്ക്ക് കിടന്നോളാം. ശരി, ആ, ഞാൻ പോട്ടെ. ശരിയടാ.